ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അഥവാ HGPയുടെ യൂസ് എന്തൊക്കെ യൂസസ് ആണ് HGP വഴി നമുക്ക് കിട്ടുന്നത്? ഒന്ന്, നോളജ് അബൌട്ട് ദ ഇഫക്ട്സ് ഓഫ് DNA വേരിയേഷൻ. DNA വേരിയേഷനുള്ള നോളജ് നമുക്കറിയാൻ പറ്റും എമംഗ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള DNA വേരിയേഷൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയതുകൂടി നമുക്ക് ഒരുപാട് സെക്ടറുകളിൽ അതിന് ഒരു ഹെൽപ്പ് ഉണ്ടായി. സോ ഒരു ഇൻഡിവിജ്വലിലെ DNA-യും വേറൊരു ഇൻഡിവിജ്വലിലെ DNA-യും തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്, എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. സോ നോളജ് അബൌട്ട് DNA വേരിയേഷൻസിനെ കുറിച്ചുള്ള അറിവ് എമംഗ് ഇൻഡിവിജ്വൽസ്, ആളുകൾ തമ്മിൽ എന്തുണ്ടായി? ലീഡ് ടു ഡയഗ്നോസ്. ഇതുവഴി എന്താ പറ്റി? നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, രോഗനിർണയം നടത്തുക, അതുപോലെ ട്രീറ്റ് ചെയ്യുക ആ രോഗത്തെക്കുറിച്ച്. അതുപോലെ ഒരു പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ ഉള്ള അസുഖങ്ങൾക്കൊക്കെ പ്രിവെൻറ്റ് മെനി ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാരിൽ വരുന്ന ഒരുപാട് അസുഖങ്ങളെ തിരിച്ചറിയാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ആ ഡിസോർഡേഴ്സിന് വരാതിരിക്കാൻ നോക്കാനും പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ. സോ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് 2, 3 അല്ലെങ്കിൽ ഒന്നിലധികം പല ടൈപ്പ് ഇൻഡിവിജ്വൽസിൻ്റെയും DNA വേരിയേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗനിർണയം നടത്തുക, ഡയഗ്നോസ് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക ഡിസോർഡേഴ്സിന്. അതുപോലെ ഈ ഡിസോർഡേഴ്സ് വരാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാം? പ്രിവെൻറ്റ് ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ക്ലൂസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബയോളജി. മനുഷ്യൻ്റെ ആ ജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് എവിടെ നിന്നാണ്? ആ DNA സീക്വൻസുകൾ എന്തിനെയാണ് കോഡ് ചെയ്യണത്, ഏതൊക്കെ എവിടെയൊക്കെയാണ് ലൊക്കേഷൻ ചെയ്യണത്, അതൊക്കെ തിരിച്ചറിയാൻ പറ്റിയത് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലാണ്. സോ കംപ്ലീറ്റ് അവെയർനെസ് ഓഫ് ഹ്യൂമൻ ബയോളജിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു ക്ലൂ തരാൻ പറ്റിയത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനാണ്. പിന്നീട് സ്റ്റഡി ഓഫ് DNA സീക്വൻസ്, മനുഷ്യൻ്റെ മാത്രമല്ല നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെയും കൂടി DNA സീക്വൻസുകളെ കുറിച്ച് തിരിച്ചറിയാൻ എന്തിനു പറ്റി? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സോ സ്റ്റഡി ഓഫ് DNA സീക്വൻസ് ഓഫ് നോൺ ഹ്യൂമൻ മനുഷ്യനല്ലാത്ത മറ്റു ഓർഗാനിസത്തിൻ്റെ DNA സീക്വൻസിനെ കുറിച്ച് കൂടി സ്റ്റഡി ചെയ്യാനായിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സഹായിച്ചു. അതുവഴി കമ്പയർ ചെയ്യാനും സഹായിച്ചു. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യൻ മാത്രമല്ല മറ്റു ഓർഗാനിസത്തിൻ്റെയും DNA സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ ഈ നോൺ ഹ്യൂമൻ മോഡൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ DNA സീക്വൻസ് പഠിക്കാൻ പറ്റിയത്, സ്റ്റഡി ചെയ്യാൻ പറ്റിയത് മൂലം എന്ത് സംഭവിച്ചു? ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് നോൺ ഹ്യൂമൻ ഓർഗാനിസം. ഈ ഹ്യൂമൺ അല്ലാത്ത നോൺ ഹ്യൂമൺ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ആ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ, നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് ഇൻ DNA സീക്വൻസ് ലെവൽ, അവരുടെ DNA സീക്വൻസ് ലെവലിലൂടെ അല്ലെങ്കിൽ അവരുടെ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്തുകൂടെ അവരുടെ നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് അപ്ലൈ ചെയ്യാൻ പറ്റി. പല ചാലഞ്ചസ്, നമ്മളിപ്പോൾ പറയുന്ന പല ഇൻഡസ്ട്രിയിലുള്ള ചാലഞ്ചസിന് വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയറിൽ എങ്ങനെ ഒരു നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ ആ DNA സീക്വൻസിനെ കുറിച്ചുള്ള അറിവ് എന്തുമാത്രം ഹെൽത്ത് കെയറിൽ നമുക്ക് ഒരുപാട് ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ അങ്ങനെ പല ഇതും നമുക്ക് നോൺ ഹ്യൂമൻ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എക്സ്പെരിമെൻറ്റുകളും നമ്മൾ മറ്റു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലാണ് ചെയ്യുന്നത്. സോ നോൺ ഹ്യൂമൻ മോഡൽ DNA സീക്വൻസ് ചെയ്ത് വഴി ഹെൽത്ത് കെയറിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഹെൽത്ത് കെയർ, അതുപോലെ അഗ്രികൾച്ചർ, എനർജി പ്രൊഡക്ഷൻ, എൻവയോൺമെൻറ്റൽ റെമഡിയേഷൻ, ഇതിനൊക്കെ ഈ പറഞ്ഞ ഫീൽഡുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റി. സോ ഈ അറിവ് നോൺ ഹ്യൂമൻ DNA സീക്വൻസുകൾ അതിനെക്കുറിച്ചുള്ള അറിവ് ഒരുപാട് ചാലഞ്ചസ് ഉള്ള ഈ പറഞ്ഞ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എനർജി പ്രൊഡക്ഷൻ, എൻവയോൺമെൻറ്റൽ റെമഡിയേഷൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റേതായ ഒരുപാട് പുരോഗതി കൊണ്ടുവരാൻ സാധിച്ചു. അടുത്തത് നമ്മൾ ഏതൊക്കെയാണ് നോൺ ഹ്യൂമൻ മോഡൽ ഓർഗാനിസംസ് ആയിട്ട് പറയുന്നത്, ഏതൊക്കെ നോൺ ഹ്യൂമൻ ബീങ്ങിൻ്റെയാണ് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് DNA സീക്വൻസുകൾ ഹ്യൂമൻ ജീനോമിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്തു HGP വഴി. അതുവഴി നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ ബയോളജി മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ DNA സീക്വൻസ് ഓഫ് നോൺ ഹ്യൂമൻ ഓർഗാനിസംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഈ നോൺ ഹ്യൂമൻ DNA ഓർഗാനിസംസ് ഏതിൻ്റെയൊക്കെയാണ് നമ്മൾ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ നമുക്ക് DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈസ്റ്റ്,
അതിൻ്റെ DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സീനോറാബ്ഡിറ്റിസ് എലിഗൻസ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെമറ്റോഡാണ്. ഫ്രീ ലിവിങ് ആയിട്ട് നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഒരു നെമറ്റോഡാണ് സീനോറാബ്ഡിറ്റിസ് എലിഗൻസിൻ്റെ DNA സീക്വൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഡ്രോസോഫില്ല, നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ, അതിൻ്റെയും DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സിൽ റൈസ് ആൻഡ് അറാബ്ഡോപ്സിസ്, റൈസിൻ്റെയും അറാബ്ഡോപ്സിസ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെയും എന്ത് ചെയ്യാൻ പറ്റി, ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ബാക്ടീരിയ, ഈസ്റ്റ്, സീനോറാബ്ഡിറ്റിസ് എലിഗൻസ്, ഡ്രോസോഫില്ല അതായത് ഫ്രൂട്ട് ഫ്ലൈ, അതുപോലെ നമ്മുടെ പ്ലാന്റ്സിൽ റൈസ് ആൻഡ് അറാബ്ഡോപ്സിസ്, ഇതിൻ്റെയൊക്കെ DNA സീക്വൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നോൺ ഹ്യൂമൻ മോഡൽ. DNA സീക്വൻസ് ചെയ്ത അല്ലെങ്കിൽ DNA സീക്വൻസ് കണ്ടുപിടിച്ച നോൺ ഹ്യൂമൻ മോഡൽസിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഈ പറഞ്ഞ അറിവ്, നോൺ ഹ്യൂമൻ മോഡലിൻ്റെ അറിവ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ചാലഞ്ചസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, എനർജി പ്രൊഡക്ഷൻ, എൻവയോൺമെൻറ്റൽ റെമഡിയേഷൻ, ഈ ഫീൽഡിലൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവ് ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.